പറ സൗദ എന്ന ഡയലോഗ് കേൾക്കാത്ത മലയാളികളായി ആരും തന്നെ ഇല്ല. നീ സിനിമക്ക് വിടാറൊക്കെ ആയ സൗദ പറ സൗദ അമ്പടി. ആ തുമ്പിയുടെ ആഗ്രഹം എന്തുകൊണ്ടായിരിക്കും സാധിച്ചു കൊടുക്കാൻ? സിദ്ദിഖാടെ അടുത്തൊരു ഇതുണ്ടായിരുന്നു, സിദ്ദിഖാനെ ചോക്ക് ചെയ്യണൊരു സീനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റിഹേഴ്സലിൽ ഒന്ന് കാണിച്ചു നോക്കി. അപ്പോൾ എനിക്കും ഇങ്ങനത്തെ ഒരു റിഹേഴ്സലിൽ ഇടി പരിചയമില്ല എനിക്ക്. നീ എന്താണ് കാണിച്ചത്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കാണിക്കേണ്ട വന്നതെന്ന്. ഇക്കയുടെ പെർഫോമൻസ് കാണുമ്പം എടുത്ത് കിണറ്റിലിടാൻ തോന്നും കേട്ടോ. ആ ഫീല് വരേണ്ടത് അതാണെന്ന് നമുക്ക് വെറുക്കണം എന്നാണ് സാജിദ് പറഞ്ഞത്. തിയേറ്റർ വിസിറ്റിന് അന്ന് പ്രൊമോഷന് വേണ്ടി പോയിരുന്നു. അപ്പോൾ കുറേ പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആ മരിച്ച അവിടെ സെമിറ്ററിയിലേക്കുള്ള സീനിലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അടിച്ചേനെ നിങ്ങളെന്ന്. കൺട്രോൾ ഫ്രീക്ക് ആയിട്ടുള്ള അതാണ് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾ. എല്ലാവരുടെയും വീട്ടിലൊരാളുണ്ടാവുമല്ലോ കൺട്രോൾ ചെയ്യാനായിട്ട്. അത് കൂടിപ്പോയി എന്നുള്ള സീനാണ് എന്നോടുള്ള ദേഷ്യം. സിനിമേനെ എനിക്ക് ഭയങ്കരമായിട്ട് പുറകെ നടക്കലല്ല, നമ്മുടെ അടുത്തേക്ക് വരുന്ന സാധനങ്ങൾ നമ്മൾ എടുക്കുക. നമ്മൾ ചെയ്യേണ്ട ഒരു വേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സിനിമ ബഫ്സാണ്. ഞാൻ 2-3 പ്രാവശ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്. ആ മലയാളം പടം ഹൗസിലേറെ ഉണ്ടായിരുന്നുള്ളെങ്കിലും 4 പടം തമിഴ് പടമൊക്കെ വന്നിട്ടുണ്ട്. അതെ, ആളുടെ ഓപ്ഷൻ നോക്കുമ്പോൾ ഉറപ്പായിട്ടും പൈസ കൊടുത്ത പൈസക്ക് പുതുമുഖങ്ങളുടെ സിനിമയ്ക്ക് പോകും, ഇതിന് പോകും. ഇക്ക ഈ കൽബിന്റെ ഇപ്പം ഡയലോഗ് ഹിറ്റായ പോലെ തന്നെ വലിയ പെരുന്നാൾ എന്ന സിനിമയിൽ ഇക്ക അഭിനയിച്ച ഒരു ഡയലോഗ്, ഒരു 5 ഡയലോഗ്. ബോംബെയിൽ നീ കുറേ ഭായിമാരെ കണ്ടുണ്ടാവും, പക്ഷെ എങ്കിൽ കണ്ട ഇത് കൊച്ചിയാണ്. ഇവിടെ ഞങ്ങളുടെ പോലത്തെ ബാപ്പന്മാരെ ഉള്ളൂടാ പട്ടി അയക്കുക. ഈ മൂവിയിൽ എനിക്ക് വളരെ കുറച്ച് സീനുള്ളൂ. അയ്യോ, കുറച്ച് സീന് ഉള്ളതിൽ എന്നെ കിടുക്കി തിമിർത്തു തകർത്തു. കൽബിന്റെ വിജയത്തിന് ഞങ്ങൾക്ക് മധുരമൊന്നുമില്ലേ? കൽബ് തന്നെ ഒരു മധുരമുള്ള വിജയമാണല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലുലോയിഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. പറ സൗദ എന്ന ഡയലോഗ് കേൾക്കാത്ത മലയാളികളായി ആരും തന്നെ ഇല്ല. കൽബ് എന്ന സിനിമയിൽ ഇജ്ജാതി പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ആഷിഖ് ഖാലിദാണ് എന്നോടൊപ്പം. നിൽക്കാം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. ഞങ്ങളുടെ OTT-യിൽ നിറഞ്ഞാടിയ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ, വലിയൊരു വിജയം, നല്ലൊരു കഥാപാത്രം ഞങ്ങൾക്ക് തന്നതിൽ. ഇനിയും ഞങ്ങൾക്കറിയേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ സെല്ലുലോയിഡ് ചാനലിൽ വന്നതിന് താങ്ക് യു കേട്ടോ. ഇക്ക, കൽബ് എന്ന ഫിലിം, ആ കൽബ് എന്ന ഫിലിമിലോട്ട് ഇക്ക എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? സാജിദാണ് എന്നെ വിളിക്കുന്നത്. ഒരു ദിവസം രാത്രി എന്താണ് വിളിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ സംസാരിക്കാം, എന്താണ് വേഷം എന്താണെന്ന് ചുമ്മാ അറിയാൻ വേണ്ടി. ഇപ്പോൾ DYSP ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കരുത്. അപ്പോൾ ഞാൻ വിളിച്ചു, DYSP ഒക്കെ ആയിട്ട് വിളിക്കുന്നുണ്ട്, അപ്പോൾ ചെയ്യ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ ടോക്ക് ഉണ്ടാവണത്. പിന്നെ ഞാൻ സാഹചര്യം വന്നിട്ട് സ്ക്രിപ്റ്റ് തന്നെ വായിച്ചേപ്പിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഞാൻ അങ്ങനെ ശരിക്കും അങ്ങനത്തെ ഒരു വേഷം വെയിറ്റ് ചെയ്യും. ഒത്തിരി വേഷങ്ങൾ വരുമായിരുന്നെങ്കിലും നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് തോന്നുന്ന വേഷങ്ങളിലൊന്നായിരുന്നു. കാരണം ഇതിൽ ഒരു ഇത്തിരി സൈക്കോ ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെ, നാർസിസിസ്റ്റ് ആയിട്ടുള്ളൊരു ഫാദറിനെയാണ് അവതരിപ്പിക്കണം. അപ്പോൾ എനിക്കത് നല്ല ചലഞ്ചിങ് ആയിട്ടൊരു സാധനം ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സാജിദിനാണ് ആസ് എ ഡയറക്ടർ. നമുക്ക് ആ പരിപാടി അറിയാമെന്നുള്ളൂ, പക്ഷേ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, സാജിദ് മിക്കവാറും അത് അഭിനയിച്ച് കാണിച്ചിരുന്നു. സാജിദ് നല്ലൊരു ആക്ടറും കൂടിയാണ്, അറിയാലോ. തീർച്ചയായിട്ടും. കാരണം സാജിദിൻ്റെ ആണെങ്കിലും അഭിനയവും ഡയറക്ഷനും എല്ലാം നമ്മളിപ്പോൾ കാണുന്നുമുണ്ട്. ഇക്ക ഇനി ഇക്കയിലോട്ട് വരുന്ന സമയത്ത് ഇക്ക ഈ കഥാപാത്രത്തിന് ഓരോ ഒരുക്കങ്ങൾ കാണുമല്ലോ. ഈ കഥാപാത്രത്തിൻ്റെ ഒരുക്കങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധ ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ എനിക്ക് ആക്ടിങ് ട്രെയിനിങ്ങോ അങ്ങനത്തെ പരിപാടിയൊന്നും വലിയ ധാരണയില്ല. നമ്മൾ വലിയ പെരുന്നാൾ എന്നുള്ള മൂവിയിലാണ് ഒരു ആക്ടിലെ ഇതുണ്ടായിരുന്നു, ഒരു പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു, കുറേ എക്സസൈസസും അങ്ങനത്തെയൊക്കെ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കുറേ വർഷമല്ലേ ഇന്ത്യത്തേക്കൊന്നും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്നത് ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് നമ്മുടെ ഹാൻസ്ലാൻഡ് ചെയ്തൊരു ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിലെ ഭയങ്കര കാമായിട്ട് പാലൊക്കെ കുടിച്ച് നടക്കുന്ന ഒരു വില്ലൻ. അപ്പോൾ ഇത് വില്ലിയായി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരെയും പോലെ ഞാനും ഈ യൂട്യൂബ് അങ്ങനത്തെ റെഫറൻസസ് ആണ്. ഇപ്പോൾ കണ്ടമാനം ബുക്സ് അല്ല, നമുക്കിപ്പോൾ കണ്ടമാനം വീഡിയോസ് അവൈലബിൾ. അപ്പോൾ ഞാനിത് ആക്സിഡൻ്റലി ഇത് വില്ലിയായി എന്നാണ് ഇതിൻ്റെ പേര്, അനലൈസിങ് ഈവിൾ, ഇതാണ് അതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ഒരുമാതിരി എല്ലാ ഈവിൽ ക്യാരക്ടേഴ്സിനെ അവർ അനലൈസ് ചെയ്യുന്ന പരിപാടി. ചിലത് 20 മിനിറ്റ് ഉണ്ടാവും, ചിലത് 1.5 മണിക്കൂർ, അങ്ങനത്തെ കുറേ. ഞാനതൊരു 160-170 കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇവർ ഡയറക്ടർമാർ ഇപ്പോൾ അധികം സിനിമയിൽ വന്നിട്ടില്ല, കുറേ കഥകൾ കേൾക്കലും ഇതിൻ്റെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം പീഡോഫൈലായിട്ടുള്ള ഒരു സാധനം എൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യൂല, എനിക്കറിയാം ഇതിൻ്റെ
മാനസികാവസ്ഥ സാധനങ്ങൾ എനിക്ക് ഓൾറെഡി ആളുകൾ ബുദ്ധിമുട്ടിലും ഇതിലൊക്കെയാണ്. അത് എൻ്റർടൈൻമെൻറ്റാണ്. അങ്ങനത്തെ ഡാർക്ക് ചെയ്യാൻ അത്രയും ഡാർക്കിലേക്ക് ഞാനില്ല. ഒരു ഗ്രേയിൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഈ വിളിയായാലുമെല്ലാം അങ്ങനത്തെ ഒരു എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഒരു ആക്ഷനല്ല ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ ആളുകൾ ആക്ടിങ് അല്ല, സ്വാഗിങ് ആണ്. അതെ. ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും, എല്ലാ മൂവിയിലും രജനീകാന്ത് സാറിൻ്റെ മൂവിയിലെല്ലാത്തിലും ഒരു 4 സാധനം ഉണ്ടാവും അതുപോലത്തെ. അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും ആ പവറിൽ. പുള്ളി സാധാരണ ഒരാളുടെ ഒരു ക്യാരക്ടറേ ഡിഫറൻ്റ് ആണ്. ജുബൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് AVM സ്റ്റുഡിയോയിൽ, നേരിട്ട് കണ്ടിട്ടുണ്ട്. നേരിട്ട് വളരെ ദൂരെ നിന്ന് നമ്മൾ അന്ന് എനിക്ക് സിനിമയുടെ ഇതിൽ ഞാൻ പ്രസാദ് ലാബിൽ അന്ന് കാസറ്റ് അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. അത് സൂര്യ TV-ക്ക് വേണ്ടി എന്തൊരു പരിപാടി അവിടെ ചെയ്യണ്ടേ, ഷോപ്പിംഗ് സുന്ദരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വരുമ്പോഴാണ് ഒരു ദിവസം കണ്ടപ്പോഴാണ് പുള്ളിനെ കണ്ടവിടെ. കാം ആൻഡ് കണ്ടപ്പോൾ എന്ത് തോന്നി ആ ഫീല്? ഞാനൊക്കെ കുഞ്ഞുനാൾ തൊട്ട് പുള്ളിയുടെ സ്റ്റൈല് കണ്ട് ഇടങ്ങേറായക്കണ ആളുകളാണല്ലോ. വെറുതെ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ കളിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മളെല്ലാത്തിലും സ്റ്റൈല് പുള്ളിയുടെ ഭയങ്കരമായിട്ട് നമ്മൾ ആ കാലഘട്ടങ്ങളിൽ ഭയങ്കരമായിട്ട് അനുകരിച്ചിരുന്നു. ഇപ്പം ആണല്ലോ മുമ്പൊക്കെ ഓരോ സിനിമകളിൽ നാടകത്തിനൊരു ടച്ചുണ്ട്. പക്ഷേ ഇന്ന് ഇക്കയുടെ കഥാപാത്രം എടുത്ത് നോക്കിയാലും ഒരു ടച്ച് ഇല്ലാതെ, അതായത് ഒരു ഇമിറ്റേഷൻ അല്ല, ഇക്കയായിട്ട് ബോൾഡാക്കി എടുത്തു കൊണ്ടുവന്നൊരു കഥാപാത്രമാണ്. അതിന് എത്ര ദിവസം സമയമെടുത്തു ഒരു കഥാപാത്രത്തിലോട്ട് എത്തിച്ചേരാൻ? കഥാപാത്രത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കഥാപാത്രത്തിൻ്റെ ഡീറ്റെയിലേക്ക് എന്താണ് സാജിദ് ഉദ്ദേശിക്കണമെന്ന് നമുക്കറിയില്ല. ഞാൻ ഒരു കാര്യം പറയേണ്ടത്, നല്ലൊരു ഡയറക്ടറാണെങ്കിൽ നമ്മൾക്ക് ധൈര്യമായിരിക്കും, ആർട്ടിസ്റ്റിന് ധൈര്യമായിരിക്കും. കാരണം ഡയറക്ടർക്ക് അറിയാമല്ലോ പരിപാടി. ഡയറക്ടർ അത്ര നല്ല ഫ്രഷറാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ, നല്ല ചീത്ത എന്നല്ല ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ടൈം പറയാൻ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയേക്കാണ്, എനിക്ക് അത്രയും എക്സ്പീരിയൻസും ഇല്ല. അവർ ആർട്ടിസ്റ്റ് ചെയ്തോളൂ എന്ന് വിചാരിക്കും. ഇതിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റ് ഉണ്ട്, മനസ്സിലായി. ആർട്ടിസ്റ്റിന് ഈ സംവിധായകൻ എന്താ ഉദ്ദേശിക്കണമെന്ന് നമുക്കറിയില്ല, ഡയറക്ടറുടെ എന്ത് പോയിന്റ് ഓഫ് വ്യൂ. പക്ഷെ നമുക്ക് ആ ലൊക്കേഷനിൽ ആ സീനിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതാണ് ഇവിടുത്തെ ഫീല്, ഇതാണ് ഇവിടുത്തെ ടെമ്പർ വേണ്ടത്, വാട്ടെവർ എന്താണ് ആ ഇമോഷൻസിൻ്റെ അതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവരത് ഒരിക്കലും നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്കായി. ആ ഓക്കെ കിട്ടാനാണ്. ഇപ്പോൾ ഞാൻ സാജിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ആദ്യത്തെ സീൻസൊക്കെ നമുക്ക് ചെറിയത് പിടിക്കാം. സാജിദ് പക്ഷേ സിദ്ദിഖാടെ കൂടെയാണ് ഓപ്പോസിറ്റ് ഫസ്റ്റ് സീൻ തന്നെ ഇട്ടാണ്. ഫസ്റ്റ് സീൻ ഏതായിരുന്നു നിക്കടെ? ഫസ്റ്റ് ഷോട്ട് സിദ്ദിഖ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു സീനുണ്ട്, സീൻ, അതാണ് ഫസ്റ്റ് എടുത്തേക്കണം. ഫസ്റ്റ് സീൻ അത് തന്നെയായിരുന്നു. അപ്പോൾ സിദ്ദിഖായും ഭയങ്കര, അതാണ് ഞാൻ വെറുതെ പൊക്കി പറഞ്ഞല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റുമാരുടെ റിയാക്ഷനിലാണ് നമ്മൾ പൊങ്ങിപ്പോണത്. മനസ്സിലായി. അത് സിദ്ദിഖായുടെ അടുത്തൊരു ഇതുണ്ടായിരുന്നു, സിദ്ദിഖാനെ ചോക്ക് ചെയ്യണൊരു സീനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റിഹേഴ്സലിൽ ഒന്ന് കാണിച്ചു നോക്കി. അപ്പോൾ എനിക്കും ഇങ്ങനത്തെ ഒരു റിഹേഴ്സലിൽ പരിചയമില്ല എനിക്ക്, നമുക്ക് ഇടിക്കാന്നുള്ള മൂടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി അത് ലാസ്റ്റിൽ മനസ്സിലായടാ അന്ന് എന്തോ പറഞ്ഞിട്ട് ഞാൻ രണ്ടാമതൊരു ഇതുണ്ട്, അത് റിഹേഴ്സലിൽ ഉണ്ടായിരുന്നില്ല. ഞാനൊന്ന് ചോക്ക് ചെയ്ത വഴി പുള്ളി അവിടെ നിന്ന് ഊർന്നാണ് ചുമരിൽ നിർത്തിയ ചാർജ് ചെയ്യണം. പുള്ളി ഇതിങ്ങനെയാണ്. ഞാൻ ശരിക്കും കൊണ്ടുവന്ന് വിചാരിച്ചില്ല. ഞാൻ പുള്ളി എടുത്ത് എന്നൊക്കെ പറഞ്ഞു, നീ എന്താണ് കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നിക്ക് ഞാൻ വേണമെന്ന് വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. നീ എന്താണ് കാണിച്ചത്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കാണിക്കേണ്ട വന്നതെന്ന്. ആ മൊമെൻറ്റിലാണ് അവരുടെയൊക്കെ ഇംപ്രൂവൈസേഷൻ. അത് സ്പോട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത, നമ്മൾ ടേക്കിലല്ലേ ഉള്ളത്. ടേക്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം കാണുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് അമ്പരന്ന് പോകും. പക്ഷെ അത് ഷോട്ടിൻ്റെ ലാസ്റ്റ് അതിൻ്റെ പേരിൽ അത് ഇതുണ്ടായില്ല. ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞാണ്. ആ മൊമെൻറ്റിലാണ് ഇവരുടെ ചില സാധനങ്ങൾ എടുക്കണം. അതൊരിക്കലും രണ്ടാമത്തെ ടേക്കിലും മൂന്നാമത്തെ ടേക്കിലും വരില്ല. അതുകൊണ്ട് ഈ മൂവിയിൽ എനിക്ക് വളരെ കുറച്ച് സീനുള്ളൂ. കുറച്ച് സീന് ഉള്ളതിനെ കിടുക്കി തിമിർത്തു തകർത്തു. ആ സീനുകളിലെല്ലാം തന്നെ ആ പവർ കൊണ്ടുവരാൻ പറ്റുന്നത് ഇവർ ഓപ്പോസിറ്റ് ഉണ്ട്. ഇപ്പോൾ 150 സിനിമയിലാണ് ലെന അഭിനയിച്ചേക്കുന്നത്. ലെനായിട്ടുള്ളൊരു സീനുണ്ട്, കൽബ് എന്ന് വെച്ചാൽ നിൻ്റെ ഉമ്മാനോട് ചോദിക്കുന്നൊക്കെ പറഞ്ഞൊരു സീനുണ്ട്. അത് ഫസ്റ്റ് ടേക്കിൽ ലെനൻ്റെ അടുത്ത് പറഞ്ഞല്ലേ, എൻ്റെ പൊന്നിക്ക നിങ്ങൾ ഈ സമയത്ത് ഞങ്ങളൊക്കെ ഇറങ്ങിയ സമയത്തായിരുന്നെങ്കിൽ, പഴയ ടൈമിലാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചേർത്തലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പ്ലീസ് നിർത്തി അവമാനിക്കരുത്, നമ്മൾ പവർ ചെയ്യണവർ അങ്ങനെയാണ്. അപ്പോൾ ഇക്ക പറയുന്നത് ഓപ്പോസിറ്റ് സിദ്ദിഖിക്ക അല്ലെങ്കിൽ ലെനയൊക്കെ അത്രയും പവറായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഊർജ്ജമായിരിക്കും അല്ലേ? നമ്മളതിൽ ലോസ്റ്റായി പോകും.
ലോസ്റ്റ് ആകുമ്പോഴാണ് ആ ചാമ്പ് വരുള്ളൂ. ഓക്കെ, മനസ്സിലായി. നമ്മൾ ഇപ്പുറത്ത് ആഷിഖാലിദായിട്ട് നിന്നിട്ട് ഒരിക്കലും സൈഫുദ്ദീൻ ഒന്നല്ലോ, ആഷിഖാലിദ് അല്ലെങ്കിൽ സൈഫുദ്ദീൻ. മൈൻഡ് പറയൂലേ, നമുക്ക് 2 ടൈപ്പ് മൈൻഡ് ഉണ്ട്. ഒന്ന് ഓണർ മൈൻഡ് ഉണ്ട്, പിന്നെ നമ്മൾ സ്വന്തം ലേബർ മൈൻഡ് ഉണ്ട്. ലേബർ മൈൻഡ് ഇങ്ങനെ പല കാര്യങ്ങളും ഫോളോ ചെയ്യും. പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്നുള്ള ഓണർ മൈൻഡ് പറയും ഇവരെ ഒബ്സർവ് ചെയ്താൽ മതി പണിയോടെ, അതാണ് കറക്റ്റ് വരിക. ഓണർ മൈൻഡ് ആക്കണം നമ്മളെ ആഷിഖാലിദ്. ആഷിഖാലിദിന്റെ റിയൽ ലൈഫുമായിട്ട് ബന്ധമുണ്ടോ കഥാപാത്രത്തിൽ? ഇല്ല. ഇങ്ങനത്തെ സീനുകളൊക്കെ നമുക്ക് അറിയാവുന്ന ഒത്തിരി ആളുകളുടെ ഇതിൽ നമ്മൾ തന്നെ ഇതിൻ്റെ അകത്ത് ഇടപെട്ട് സംസാരിച്ച് തീർക്കുന്നതാണ്. ചിലർ ഭയങ്കര കൺട്രോൾ ഇതായിരിക്കും, അവരിങ്ങനെ ഇരിക്കണം, അവർ നമ്മുടെ വീട്ടിൽ ജനിച്ചു എന്നുള്ളത് ബൈ ആക്സിഡൻറ്റ്, നമ്മൾ വേണമെന്ന് വിചാരിച്ച് വന്നതല്ലല്ലോ. ജസ്റ്റ് ഹാപ്പൻ ടു ബി അവർ ബേബീസ്. അവർക്ക് വേണ്ട ഫ്രീഡം കൊടുക്കുക. എൻ്റെ മകളൊക്കെ അങ്ങനെ അതുപോലെ തന്നെ ജീവിക്കുന്ന ആളാണ്. തുമ്പിയെ പോലോ അല്ല, ഫ്രീഡത്തിലാണ് അവൾക്കുള്ളത്. അവൾ ഇവിടെ വർക്ക് ചെയ്യണത്, ഡൽഹിയിൽ വർക്ക് ചെയ്യണത്, ഫാഷൻ ഡിസൈനറാണ്. ഈ നിക്കയുടെ ഇൻ്റർവ്യൂ ആണെന്ന് അറിഞ്ഞപ്പം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചതാ, ആ തുമ്പിയുടെ ആഗ്രഹം എന്തുകൊണ്ടായിരിക്കും സാധിച്ചു കൊടുക്കാൻ? എന്താണ് അത് മൂവിയിലെ പരിപാടിയില്ലേ. എനിക്ക് എന്നെ സംബന്ധിച്ചോളം എവറിബഡി ഹാസ് ഗോട്ട് ദെയർ ഓൺ ലൈഫ്സ്, ലെറ്റ് ദം ചെറിഷ് ദെയർ ലൈഫ്സ്. സെലിബ്രേറ്റ് ചെയ്യുന്ന ഞാൻ പറയുള്ളൂ. അതെ, ഒറ്റ ലൈഫ് പിന്നെ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നിയ ദിവസം കാണിക്കാന്നുള്ളതല്ല. വിത്തിൻ അവർ ലിമിറ്റ്സ് ആൻഡ് വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് സൊസൈറ്റി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ തിമിർത്ത് നടക്കുക. അപ്പോൾ അതിന് തന്നെ എന്തോരം ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, ഫുഡ്, എന്ത് വേണം, എന്തല്ലേ. ഇന്ന് ഒരുപാട് സോഴ്സ് ഉണ്ടല്ലോ നമുക്ക്. അങ്ങനത്തെയൊക്കെ ക്രൗഡൊക്കെ ഉണ്ട്, മുമ്പൊക്കെ ഉണ്ടായിരുന്നു അതേപോലത്തെ. പക്ഷെ ഇപ്പൊക്കെ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ആളുകൾ വളരെ കുറവാണത്. പക്ഷെ കൺട്രോൾ ഫ്രീക്ക് ആയിട്ടുള്ള അതാണ് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾക്ക്. അതെ, എല്ലാവരും വീട്ടിലൊരാളുണ്ടാവുമല്ലോ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ്, അത് കൂടിപ്പോയി എന്നുള്ള സീനാണ് എന്നോടുള്ള ദേഷ്യം. ഞങ്ങളെ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് പറയുന്ന ഓരോ ഡയലോഗിനും ഓരോ മോഡുലേഷൻ ഉണ്ട്. ഈ മോഡുലേഷൻ ഹെൽപ്പ് ചെയ്തത് എന്തായിരിക്കും? വോയിസ് ട്രെയിനിങ്ങറൊക്കെ ഉള്ളതായതുകൊണ്ടാണോ? വോയിസ് ട്രെയിനറാണ്, പക്ഷേ ഞാൻ ഇംഗ്ലീഷിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ പഠിപ്പിക്കുന്നതാണ്. ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ, എനൗൺസിയേഷൻ ആൻഡ് ഡിക്ഷൻ, ഓക്കെ, ആർട്ടിക്കുലേഷൻ എന്ന് മൊത്തത്തിൽ പറയും. ഇത് പറയുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് എൽ ഉപയോഗിക്കുക, എസ് ഉപയോഗിക്കുക, അങ്ങനെ സൗണ്ട്സ് ഓഫ് ഇംഗ്ലീഷ്, സ്ട്രെസ്, അങ്ങനെ. അപ്പോൾ അതിൽ നമുക്കതിനെപ്പറ്റി ഒരു ധാരണ, ഒരു അവയർനെസ് കിട്ടിയാൽ തന്നെ നമുക്ക് വി വിൽ ഗെറ്റ് ലോട്ട് ഓഫ് കോൺഫിഡൻസ് ദാറ്റ് ഐ എം നോട്ട് ദാറ്റ് ബാഡ് അറ്റ് സ്പീക്കിംഗ്. അത് നമ്മൾ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഇൻഫർമേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ ഈ ടി വിയിലൊക്കെ കാണുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരെന്തോരം മോശമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ആ റൂൾസ് പാലിക്കാത്തത്, ഇവരെന്ത് ഉഗ്രനായിട്ടാണ്, നമുക്ക് അത് ജഡ്ജ് ചെയ്യാൻ പറ്റുമ്പോൾ വിൽ ബി മച്ച് മോർ കോൺഫിഡൻറ്റ്. അപ്പോൾ എന്താ വെച്ചാൽ ഇംഗ്ലീഷിൽ അധികം സംസാരിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ്. അവർക്ക് അറിയാൻ, എഴുതാനും വായിക്കാനൊക്കെ അറിയായിരിക്കും. പക്ഷെ പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ശരിയാണോ തെറ്റുമോ എന്നൊക്കെയുള്ള സംശയം കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ആ കോഴ്സ് കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നത്. ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ ഈ സൂമിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓഫ്ലൈൻ റെക്കോർഡിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇത്രമാത്രം ഗുണം ചെയ്തു ഡബ്ബിങ്ങിലൊക്കെ? അല്ല, വോയിസ് ആയിട്ട് എനിക്ക് ചെറുപ്പം തൊട്ടൊരു പരിപാടിയുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് ഭാര്യ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഇത് പറയാമെന്ന് എനിക്കറിയാം അല്ലേ, അമിതാഭ് ബച്ചനാണ് ബാത്റൂമിൽ നിന്ന് കേൾക്കണത്. എല്ലാവരും പാട്ട് പാടുമ്പോൾ ഞാൻ വീട്ടിൽ മറ്റേ ബാത്റൂമിൽ റിസ്തേബേ ബാപ്പ് എന്താണ് അങ്ങനത്തെ ഡയലോഗ് അതാണ്. പിന്നെ കബി കബിയിലെ ഡയലോഗുകൾ, പാട്ടില്ല എനിക്ക്, ഞാൻ ഗിറ്റാറൊക്കെ വായിക്കുമായിരുന്നു. പാട്ട് അല്ല, ഞാൻ ഡയലോഗുകൾ പറയണത് ഭയങ്കര രസമായിരുന്നു. ഡബ് ചെയ്യാൻ പോകുമായിരുന്നു ഈ ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററീസും മലയാളം മൂവീസിൽ 2-3 മൂവീസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്യുമെൻ്ററീസൊക്കെയാണ്, ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററീസൊക്കെയാണ് കൂടുതൽ നമ്മൾ ചെയ്യൽ. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഒരുപാട് ബന്ധങ്ങൾ സിനിമയിൽ തന്നെ ഉണ്ട്. പക്ഷേ യോജിച്ച കഥാപാത്രങ്ങൾ വന്നാൽ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് അവർക്കറിയാം. ഇതിപ്പോൾ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് മൂവീസിൽ, ഭയങ്കര പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും എല്ലാവരും, മ്യൂസിക് ഡയറക്ടേഴ്സ് ഒത്തിരി പേരുണ്ട്. ഞാൻ കുഞ്ഞുനാൾ തൊട്ട് ആവശ്യം നമ്മൾ ഇവരായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട ഒരു വേഷമാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് എന്നെ തന്നെ വിളിക്കുള്ളൂ. അവർക്കറിയാം, അവർക്ക് എന്നെ പേഴ്സണലി അറിയാവുന്നതാണ്, സ്വഭാവം അറിയാം, അല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുമെന്നോ വട്ടവേൺ. കൂട്ടുകാരുടെ പടത്തിൽ പോവാ, അത് ആ ഒരു വാല്യൂ ഒക്കെ വന്നിട്ട് അവരാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുമ്പോൾ പോകാന്നുള്ള മൂടുള്ളൂ. ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് പുറകെ നടക്കലല്ല, നമ്മുടെ അടുത്തേക്ക് വരുന്ന സാധനങ്ങൾ നമ്മൾ എടുക്കുക, അതാണ് എൻ്റെ പരിപാടി. പുറകെ നടക്കാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷേ എന്നെ തേടി വരും.
അല്ല തന്നെ തേടി വരുമെന്നല്ല, നമ്മൾ ചെയ്യേണ്ട ഒരു വേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സിനിമ ബഫ്സാണ് ഈ മൂവി എടുക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അവർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അവർക്ക് തോന്നുകയാണ് ഇയാൾ ആ വേഷം ചെയ്താൽ സാജിദിന് തോന്നുകയാണ് ഇയാൾ ചെയ്താലേ ശരിയാവുള്ളൂ. ഞാൻ 2-3 പ്രാവശ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്. ഞങ്ങൾക്ക് വലിയ നഷ്ടമായി പോയാൽ അല്ല, സാജിദ് പറഞ്ഞാണ് ലിക്ക നിങ്ങളത് ചെയ്യണം എന്ന് പറയുമ്പോൾ അപ്പോഴേ നമുക്ക് അതിൻ്റെ ഇത് കിട്ടുള്ളൂ. അത് വലിയ, കാരണം ഞാൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മൂവി അങ്ങനത്തെ ആളല്ലല്ലോ. ഈ ഒരു ആർട്ടിസ്റ്റ് അല്ലെന്ന് നിക്ക പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത്രയും പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നത്? സാജിദ് പറഞ്ഞു തരുന്നു, നമ്മളത് ചെയ്യുന്നു, അത് അങ്ങനെ വരുന്നു, അത് ആക്സിഡൻറ്റ്. അല്ലാതെ നമ്മൾ വേണമെന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എനിക്കറിയൂടാ. എന്നാലും ഇക്ക ഇത് ചെറുതാണോ? ഇത് ഇക്കയുടെ പെർഫോമൻസ് കാണുമ്പം പറയുന്നുണ്ടെന്ന് തോന്നല്ലേ, എടുത്ത് കിണറ്റിലിടാൻ തോന്നും കേട്ടോ. അത്ര വെറുപ്പിക്കല് വിജയമാ. ആ ഫീല് വരേണ്ടത് അതാണെന്ന് നമുക്ക് വെറുക്കണം എന്നാണ് സാജിദ് പറഞ്ഞത്. കേട്ട് കഴിഞ്ഞാൽ ഇയാൾ അടിക്കണം തോന്നണം. പക്ഷേ അതുപോലെ സ്ക്രീൻ ഇതിന് പോവില്ലേ, തിയേറ്റർ വിസിറ്റിന് അന്ന് പ്രൊമോഷന് വേണ്ടി പോയിരുന്നു. അപ്പോൾ കുറേ പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആ മരിച്ച അവിടെ സെമിറ്ററിയിലേക്കുള്ള സീനില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അടിച്ചേനെ നിങ്ങളെന്ന്. ആലപ്പുഴയിൽ വെച്ച് സ്ത്രീകൾ പറഞ്ഞു. നേരെ അവരവിടെ നമ്മൾ സങ്കടപ്പെടുന്ന ഒരു സീൻ, അവർക്കൊക്കെ അനുഭവം ഉണ്ടാവുമായിരിക്കും, അവർക്ക് റിലേറ്റ്. അതുകൊണ്ടാണല്ലോ അവർക്ക് അടിക്കാൻ തോന്നണമെന്ന് പറയുന്നത്. അത് കഥാപാത്രത്തിൻ്റെ വിജയമാണ്. വിജയം അതൊക്കെ സാജിദിൻ്റെ പരിപാടി. സാജിദ് എന്നെ കൊണ്ട് ചോദിച്ച് പിന്നെ അവിടെ മിക്കവാറും ഫസ്റ്റ് ടേക്ക് സെക്കൻഡ് ടേക്കിൽ പരിപാടി ക്ലാപ്സ് തരുമായിരുന്നു. സാജിദ് ഭയങ്കര നല്ല, ഞാൻ വെറുതെ പൊക്കി അടിക്കണമല്ല, ഞാൻ മറ്റേ വലിയ ആളുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് അയാളുടെ രീതി. അതുകൊണ്ട് അയാളുടെ രീതി ഭയങ്കര സീരിയസ് ആയിട്ടും ഭയങ്കര കൂളായിട്ടും എടുക്കണ. മനസ്സിലായി. എക്സിക്യൂഷനിലൊന്നും സാജിദിന് ദേഷ്യമൊന്നും വരെയൊന്നുമില്ല, വരത്തില്ല. വേറെ കഴിഞ്ഞ ദിവസം ഒരു പടത്തിൽ നമ്മൾ നിൽക്കുന്ന 5 പേരെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇയാൾ ഫ്രഷറാണ്. അപ്പോൾ അയാൾക്ക് ഇതിന് കൺട്രോൾ കിട്ടാനുള്ള, ഇയാൾ ഒരു ദിവസം തന്നെ 2 ക്യാമറയൊക്കെ വെച്ചുള്ള ഷോട്ട് നടക്കുന്നു, മഴ പെയ്തിട്ടേ. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 യൂണിറ്റായിട്ട് നടക്കണം. അപ്പോൾ അതിൽ നമ്മൾ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തിരുത്തിയേക്കണം. വെയിറ്റ് ചെയ്ത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു. ആ പ്രിപ്പറേഷന് നമ്മൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇക്ക അഭിനയിക്കുന്ന സമയത്തൊക്കെ ഇക്കൊക്കെ അറിയാമായിരുന്നു ഇത്രമേൽ വൈറലാകുന്നു ഈ ഡയലോഗുകളൊക്കെ? ഇല്ല, ഇതിപ്പോൾ ഒ ടി ടിയിൽ വന്നപ്പോഴാണല്ലോ ഇത് ഹിറ്റ് എന്ന് പറയുന്നത്. മറ്റു സിനിമകളിൽ ആ സമയത്ത് ആ 10-28 ദിവസം ഓടിയിരുന്നു. പക്ഷെ നമുക്ക് ആദ്യത്തെ ഷോസൊക്കെ കിട്ടണം 11 മണി 12 മണിൻ്റെ ഷോ. അത് നമുക്കൊരു ഈവനിങ് ഷോസൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, നമുക്ക് കയറിപ്പോയി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മിഡിൽ ഈസ്റ്റിലിറങ്ങി അവിടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് മലപ്പുറത്തൊക്കെ തിയേറ്ററുകാർ സജിദിനെയൊക്കെ അവർ കണക്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് അത് പിന്നെ അവിടെ ഒന്ന് കയറി വന്നത്. അപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര പടങ്ങളാണ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത്. സംഭവം മലയാളം പടം ഹൗസിലേറെ ഉണ്ടായിരുന്നുള്ളെങ്കിലും 4 പടം തമിഴ് പടമൊക്കെ വന്നിട്ടുണ്ട്. അതെ, ആളുടെ ഓപ്ഷൻ നോക്കുമ്പോൾ ഉറപ്പായിട്ടും പൈസ കൊടുത്ത പൈസക്ക് പുതുമുഖങ്ങളുടെ സിനിമയ്ക്ക് പോകും, ഇതിനൊക്കെ പോകും. അതെ, പുതുമുഖത്തിൻ്റെ പൂത്തില്ല. ഇത് ആ പിള്ളേർ ഇതിൽ കണ്ടു, ആമസോണിലും വെബിലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവന്മാർക്ക് അതിൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിക്കുന്ന കാര്യം, പ്രായഭേദമന്യേ ഈ പറയുന്ന ഡയലോഗുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് റീൽസിൽ. അത് ഇക്കയുടെ അക്കൗണ്ട് എടുത്ത് നോക്കി എല്ലാവരും കൊളാബും ചെയ്യുന്നുണ്ടല്ലേ? അത് ഞാൻ പറയാം, എല്ലാ കൊളാബ് ചെയ്യാൻ എനിക്ക് റിക്വസ്റ്റ് അയച്ചാൽ ഞാനിത് എത്ര പേരോട് നോ പറയും? അതല്ല, ഇതാരും ചെയ്യാത്ത കാര്യമാണ് ഇക്ക ചെയ്തത്. എനിക്ക് ആളുകളോട് നോ ഒന്നും പറയാൻ പറ്റില്ല. ഭയങ്കര പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇഷ്ടം കൊണ്ട് ചെയ്യണതാണ്. അവരോട് നമ്മളെങ്ങനെ നോ പറയും? എനിക്ക് വേറെ ഒന്നും അതിനകത്ത് പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല, ഞാൻ പോസ്റ്റ് ചെയ്യാറുമില്ല. ഈ സജിദ് ഈ പറയുന്ന സമയത്തും അല്ലെ ഡയലോഗ് ഡെലിവറിയുടെ ടൈമിൽ ഡബ്ബിങ് സമയത്ത് ഇക്കയുടെ മനസ്സിലാണെങ്കിൽ പോലും അല്ലെ കൂടെ നിന്ന് സിദ്ദിഖിക്കുകയാണെങ്കിൽ പോലും പറഞ്ഞിരുന്നോ ഇത് കത്തോടാ? സാജിദ് പറയുമായിരുന്നു എന്നെ സെറ്റിൽ ഈ പറസൗദ ഡയലോഗ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം നമ്മൾ സെറ്റിൽ വരുമ്പോൾ സെറ്റിലുള്ളവരാണ് ശരിക്കുമുള്ള സിനിമ ബഫ്സ്. അവരെന്തൊക്കെയോ പരിപാടി പറഞ്ഞ് സിനിമയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ് ലൈറ്റ് ബോയ് അയക്കണതും കാരവൻ ഓടിക്കണതും എല്ലാവരും. നമ്മൾ സിനിമ കാണുമ്പോൾ ആർട്ടിസ്റ്റ് എന്നുള്ള നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്കറിയാടാ ഇവന്മാരെല്ലാവരും ഉണ്ടല്ലോ എന്ന്. അത്രയും ഉഗ്രൻ ആ ടേക്കിൻ്റെ അത്രയും ഉഗ്രൻ സിനിമ ബഫ്സാണ് അവിടെ ഉള്ളത്. ആ ടേക്കിൻ്റെ സമയത്ത് അത്രയും സൈലൻസ് ആയിരിക്കും, കാരണം ഇവരെല്ലാവരും അവിടെ ഒന്ന് നോക്കിയിരിക്കണം. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഭയങ്കര രസമാണ് അത് ഷൂട്ട്, ഭയങ്കര ഭംഗിയാവണം. അതല്ലേ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുടെ ഇടയിൽ നിന്നിട്ട് നമുക്ക് ലോസ്റ്റ് ആവാൻ പറ്റും. അതിന് അവർ ക്ലാപ്സ് പഠിക്കും, അത് നല്ല പരിപാടിയല്ലേ. സജിദ് പറയുകയും ചെയ്തു, സജിദ് മനസ്സിൽ ചിന്തിച്ചതിന് ഡബിൾ ഇരട്ടിയായിട്ട് ഇക്ക കൊടുത്തു കേട്ടോ കഥാപാത്രത്തിലൂടെ. അത് നമ്മൾ അതാ പറയാ ലോസ്റ്റ് ആവാൻ പറ്റും. പക്ഷേ പുതിയ പിള്ളേരയിൽ വരുമ്പോൾ ഇവർ നമുക്ക് ഡയലോഗ്സ് പോലും
ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ലോസ്റ്റ് ആകുമ്പോൾ ഡയലോഗ്സ് നമ്മുടെ നാക്കുമ്പോൾ ഉണ്ടാവണം. അതെ. ഇപ്പോൾ വലിയ പെരുന്നാളിൻ്റെ ഡയലോഗ് എനിക്ക് ഇപ്പോഴും അറിയാൻ കാണാനുണ്ട്. അത് ഞാൻ പഠിച്ചു വെച്ചേക്കണം അതേ സ്പീഡിലാണ്. അത് സ്പീഡ് എന്ന് വെച്ചാൽ മസിൽ മെമ്മറിയിലേക്കാണ്. ലൈക്ക് വെറും 10-20 രൂപ വാടകയും കൊടുത്ത് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ആ സ്പീഡിൽ അത്രയും വെറും 10-20 രൂപ വാടകയും കൊടുത്ത് ഇത്രയും നാൾ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഇതാണ് നമ്മൾ വെറും 10-25 രൂപ വാടകയും കൊടുത്ത് ഇത്രയും നാൾ എന്നൊക്കെ പറയുന്ന മസിൽ നമുക്ക് അത് അത്രയും പ്രിപ്പറേഷൻ അത്രയും മതി പ്രിപ്പറേഷൻ. നാക്കുമ്പോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ നടന്നോളും. നമ്മളൊന്ന് എക്സ്ട്രാ ഇടാനൊന്നും നോക്കുക പിടിക്കുക ഒന്നും ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് നമുക്ക് ആ ഡയലോഗ് പറയുക, അത് കഴിഞ്ഞ് പോരുക. സാജിദ് പറയുക എൻ്റെ അടുത്ത് അവരുണ്ടല്ലോ അത് മീറ്റർ നോക്കാനായിട്ട് അവരുണ്ട്. എനിക്ക് അത് ഒന്നും കൂടി ഒന്ന് പൊക്കി പറഞ്ഞു. ഒരു ഭയങ്കര തമാശ ഉണ്ട് ഇതിൽ. നമ്മൾ സീരിയസ് ആയിട്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ചിരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ സൗണ്ട് ചെയ്ത് ചിരിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പറ്റൂല. അത് സാജിദ് പറഞ്ഞു ഒന്ന് സൗണ്ട് ചെയ്ത് ചിരിക്കുക. അത്ര സൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ഇത് പോവും, എന്താ നോർമൽസി പോവും. സാധാരണ ക്യാരക്ടർ അങ്ങനെ ഒച്ച ഉണ്ടാക്കി ചിരിക്കൂല. ഇല്ല. അതെയാ. അപ്പോൾ അത് ചിരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി. ഈ ക്യാരക്ടർ തന്നെ ഡബിൾ വ്യക്തികളാണോ ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്ത ക്യാരക്ടറിക്കടെ? ഉറപ്പായിട്ടും അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അയാൾ പറയെങ്കിലും ഓപ്പോസിറ്റ് ഇപ്പോൾ 2 പേരെ കൊന്നെന്ന് പറയുന്ന സാധനത്തിലുണ്ടെങ്കിലും അയാളുടെ ആരോപണം മാത്രമേ ഉള്ളൂ. പക്ഷെ അയാൾ ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. അതെ. പക്ഷെ അയാൾ ഒരു ഡയലോഗിൽ പറയുന്നുണ്ട് ഇനി കായല്ല കടല്ല പൊങ്ങിയാല അങ്ങനെ പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും ആടാ ഇവൻ തന്നെയാണ് ചെയ്തേക്കണത്. അവിടെ പടം മാറുന്നതും നമ്മളത് കാണിക്കുകയും പിടിക്കുകയും ചെയ്യാനുള്ളത് ആ ഡയലോഗിൽ കൂടെ തന്നെ ആ സാധനം മാറുകൂടാ ഭയങ്കരനാണല്ലോ ഇയാളെന്നുള്ളത്. ഇക്ക ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇക്കയുടെ കഥാപാത്രത്തിന് ഡയലോഗ് എന്താണോ അത് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചെയ്യണം. ഓക്കെ അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. നീയാണ് ഇവിടെ സിനിമക്ക് പറഞ്ഞോട്ട് നീയാണ് പറഞ്ഞോട്ട് പറ സൗദ നീ പറ സൗദ നിന്നോട് വെച്ചിട്ടാണ് ഇവള് സിനിമക്ക് പോയത്. നീ സിനിമക്ക് വിടാറൊക്കെ ആയ സൗദ അമ്പടി. എൻ്റെ ഇക്ക മതി 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 മതി. ഇക്ക പറഞ്ഞ ഉടനെ തന്നെ ചെയ്ത് തന്നതിന് താങ്ക് യു കേട്ടോ. താങ്ക് യു. ഒത്തിരി സന്തോഷം. കാരണം ഞങ്ങൾക്ക് സ്ക്രീനിലേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്ന് എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയുള്ള പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ മൂവിയാണ് അവറാച്ചൻ ആൻഡ് സൺസ്. അവറാച്ചനും മക്കളും. അവറാച്ചനായിട്ട് ബിജു, മക്കളായിട്ട് ബാസിയും ഗണപതി. നല്ല ഫൺ മൂവി ആയിരിക്കും. അതിന് 70 ദിവസം ഷൂട്ടുണ്ട്. പിന്നെ അതിൽ വിനയ് ഫോർട്ടുണ്ട്, പാർവതി ബാബു, വൻ നിര തന്നെയുണ്ട്. ഭയങ്കര ഫൺ മൂവി ആയിരിക്കും. ബിജു മേനോൻ മൂവീസിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഫൺ അതിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുന്നു. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് എന്തായാലും വ്യത്യസ്തമായിരിക്കും. 100% വ്യത്യസ്തത നമ്മൾ ചെയ്യത്തുള്ളൂ അല്ലേ? ഞാൻ അതിൻ്റെ അത് ചെല്ലാനം ചാക്കോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അടിപൊളി. അപ്പോൾ തിയേറ്ററിൽ വന്ന് കാണുക. പടം പ്രോസസ്സിലാണ്, ഷൂട്ടിങ്ങിലാണ്. എന്താണെങ്കിലും കാണും. പിന്നെ ഈ കൽബിൻ്റെ വിജയത്തിന് ഞങ്ങൾക്ക് മധുരമൊന്നുമില്ലേ? കൽബ് തന്നെ ഒരു മധുരമുള്ള വിജയമാണല്ലോ. ഇതൊരിക്കൽ റിലീസ് ചെയ്ത് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് OTT വരുമ്പോൾ പിന്നെ റിട്ടേൺ നമുക്കൊരു സന്തോഷം കൂടി തരാമെന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ഒരു മധുരം തന്നെ അല്ലേ? മധുരം തന്നെയാണത്. വേറൊരു മൂവി ചെയ്ത പോലെ തന്നെയാണ് എനിക്കിപ്പോൾ ഇത് OTT ഇറങ്ങിയപ്പോൾ എനിക്ക് ഉള്ള റെസ്പോൺസ്. ഇക്ക ഈ കൽബിൻ്റെ ഇപ്പം ഡയലോഗ് ഹിറ്റായ പോലെ തന്നെ വലിയ പെരുന്നാൾ എന്ന സിനിമയിൽ ഇക്ക അഭിനയിച്ച ഒരു ഡയലോഗ് ഉണ്ട്, ഒരു 5 ഡയലോഗ്. അതുകൂടെ ഞങ്ങൾക്കൊന്ന് ചെയ്തു തരാം. റൈറ്റ്. ഇതല്ലേ ബോംബെയിൽ നീ കുറേ ഭായിമാരെ കണ്ടുണ്ടാവും. പക്ഷെ എങ്കിൽ കണ്ട ഇത് കൊച്ചിയാണ്. ഇവിടെ ഞങ്ങളുടെ പോലത്തെ ബാപ്പന്മാരെ ഉള്ളൂടാ പട്ടി അയക്കുക. താങ്ക് യു. അപ്പോൾ ഇക്ക നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ കിട്ടട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു അജിൻ. പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും താങ്ക് യു.